ബംഗാളിൽ കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ തന്നെയാണ്. അധികാരത്തിൽ അധികാരി വന്നു കഴിഞ്ഞു, സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബംഗാൾ മാറാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പഴയ ബംഗാൾ ആയിരിക്കത്തില്ല ഇനിയും പുതിയ ബംഗാൾ. ഇനിയും CPM നും കോൺഗ്രസിനും ഒന്നും അവിടെ യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. വൈകാതെ തന്നെ തൃണമൂലും ബംഗാളിൽ നിന്ന് തുടച്ചു നീക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനിയൊരു വ്യാഴവട്ടക്കാലം തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും കോൺഗ്രസിനും CPM നും ബംഗാളിൽ കയറേണ്ട അവസ്ഥ വരത്തില്ല. കാരണം അതിനു മുമ്പ് തന്നെ ബംഗാളിലെ ആ കൽക്കട്ട തെരുവീതികളുടെ കച്ചവടങ്ങൾ ബംഗ്ലാദേശികൾ നടത്തിക്കൊണ്ടിരുന്ന വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു ഗവൺമെൻറ് വരുന്നതിന് മുമ്പേ തന്നെ നിയുക്ത ഗവൺമെൻറ്റിൻ്റെ നടപടികൾ പട്ടാളം നിന്നുകൊണ്ട്, പോലീസ് ഇടപെട്ടിട്ടില്ല, അവരവരുടെ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് റോഡുകൾ കയ്യേറിയതെല്ലാം. ഒരു കൽക്കട്ട നഗരമെന്ന് പറഞ്ഞാൽ വളരെ മോശമായ, ഇന്ത്യയുടെ വിദേശത്തു നിന്ന് ആൾക്കാർ വരുമ്പോൾ ഓരോ ചേരികൾ ചെന്ന് കാണണം. റോഡിലിരുന്നൊക്കെയാണ് മീൻ കഴുകുന്നതും അറക്കുന്നതുമെല്ലാം. ശാംബശിവൻ്റെ ആ കഥാപ്രസംഗത്തിലെ ചുവന്ന തെരുവുകളാണ്. വളരെ മോശമായ രീതിയിലുള്ള ഇന്ത്യ ഇതാണോ എന്നുള്ള ഒരു വിദേശി വന്നാൽ കൽക്കട്ട നഗരത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇട റോഡുകളിൽ പോകുമ്പോൾ കാണുവാൻ കഴിയും. ഇനി അത് മാറ്റും. സുവേന്ദു അധികാരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ അധികാരം കൊടുത്തിക്കുകയാണ്. അത് മമത പറഞ്ഞതെന്താ? സുവേന്ദു അധികാരി TMCയിൽ നിന്ന് ചാടി BJPയിലേക്ക് പോയതുകൊണ്ട് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കുകയില്ല, പുറത്തു നിന്നുള്ള ഒരാളിനെ മുഖ്യമന്ത്രിയാക്കുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങളുടെ വോട്ടെല്ലാം ദീദിക്ക് തരണമെന്നാണ് പ്രസംഗിച്ചത്. അപ്പം വോട്ട് പിടിക്കുവാൻ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രവും മമത എന്ന് പറയുന്ന ദീദി ഉപയോഗിച്ചു. പക്ഷേ പാർട്ടി അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയല്ല തിരഞ്ഞെടുപ്പിന് നേരിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിൻ്റെ 7 സെക്രട്ടറിമാരിലെ 5 സെക്രട്ടറിമാരെ വെടിവെച്ചു എന്നുള്ളത് ഈ ദീദിയുടെ പോലീസ്. അവസാനം ദീദിയുടെ ഗുണ്ടകൾ ഇത് ചെയ്തത് ബംഗാളികളല്ല, ബംഗ്ലാദേശിൽ നിന്ന് വന്ന് അവിടെ ബിസിനസ് നടത്തുവാനും അവിടെ പ്രവർത്തിക്കുവാനും അനുവാദം കൊടുത്ത തീവ്രവാദികളാണ് കൊന്നിക്കുന്നത്. അതിനിയിപ്പം ലിസ്റ്റ് പുറമേ വരും. ഇതുവരെയായിട്ടും ബംഗാൾ പോലീസ് ആ പ്രതികളെ പിടിച്ചിട്ടില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പിന് വേണ്ട രീതിയിലുള്ള പ്രചോദനം കൊടുക്കുകയും സുവേന്ദു അധികാരികളുടെ അംഗരക്ഷകനപ്പോൾ നടന്ന ആ ചന്തയെ വെടിവെച്ച് കൊന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ സുവേന്ദു അധികാരി ദത്തെടുത്തു പഠിപ്പിക്കുവാനും ബാക്കിയുള്ള കാര്യത്തിനും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അവിടെ ഈ മമത കാഴ്ചവെച്ചിട്ട് എന്തേ അവിടുത്തെ പോലീസ് മിണ്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ബംഗാളെന്ന് പറയുന്നതിന് കേരളത്തിൻ്റെ വ്യവസായ പട്ടണമായിരിക്കും. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ചേട്ടൻ ഓർമ്മയാണ്, റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കൽക്കട്ടയാണ്. ആ കൽക്കട്ടയൊക്കെ ഇന്ന് വളരെ മ്ലേച്ഛമായ നഗരം ആയി ഇരിക്കുന്നു. അപ്പോൾ ഒരു നല്ലൊരു നഗരം, ഒരു കാലഘട്ടത്ത് സൂറത്തെന്നും ഗാന്ധിനഗർ എന്നും പറയുന്ന നഗരങ്ങൾ എങ്ങനെയായിരുന്നു, ഇന്ന് പോയാൽ എങ്ങനെയാണ്? ഇലക്ട്രിക് ബസ്സുകൾ പോകുവാൻ വേണ്ടിയുള്ള ലൈൻ, നിൽക്കുന്ന സ്റ്റോപ്പുകളിൽ നമ്മുടെ കമ്പാർട്ട്മെൻറ്റുകൾ വന്ന് നിൽക്കുന്നവരെ നമ്പർ അനുസരിച്ച് വന്ന് നിൽക്കും. അഹമ്മദാബാദ് നഗരത്തിൽ നമ്മൾ ബസ്സിന് പോയാൽ വളരെ ബ്യൂട്ടിഫുൾ നഗരങ്ങളാക്കി BJP ഗവൺമെൻറ് 30 വർഷം കൊണ്ട് ഗുജറാത്തിനെ മാറ്റി. അതേപോലെ ഒരു നല്ലൊരു ഭരണം, അതിനുള്ള ജനവിധിയാണ് സുവേന്ദു അധികാരിക്ക് കൊടുത്തിട്ടുള്ളത്. 2, അവിടെ തൊഴിലില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ, കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും എവിടെയും ബംഗാളികളാണ് തൊഴിലിനുള്ളത്. കാരണം അവിടെ നിവർത്തി, ഇപ്പോഴാണ് അതിൻ്റെ സത്യസന്ധത മനസ്സിലായി വരുന്നത്. അവരെ CPM കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും കണ്ടുപിടിച്ച് മർദ്ദിക്കുക, കൊല്ലുക. അതുകൊണ്ടാണ് അവർ സ്റ്റേറ്റ് വിട്ട് കേരളത്തിലേക്ക് ജോലിക്ക് വന്നത്. അവിടെ ജോലി ഇല്ലാത്തത് കൊണ്ടല്ല. അവിടെ പ്രവർത്തിച്ചിരുന്ന എല്ലാ നേതാക്കളുടെയും ലിസ്റ്റ് TMC പ്രാദേശിക ഘടകം എടുക്കും. അങ്ങനെ അവർ പാർട്ടി ഓഫീസ് പൂട്ടി കേരളത്തിൽ വന്നവരാണ്. അതിൻ്റെ കൂടെ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ജോലിക്ക് വേണ്ടി സ്പാ പോലുള്ള കേന്ദ്രങ്ങളിൽ പണിയെടുക്കുവാൻ പെൺകുട്ടികളും വന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരിത് ഇന്ന് എല്ലാ സുവേന്ദു അധികാരി, പ്രത്യേകിച്ച് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ 40ാമത് അക്കമിട്ട് പറയുന്നുണ്ട്, ബംഗാളിൽ നിന്നും തിരിച്ചുപോയ ജനങ്ങളെ, തൊഴിലാളികളെ തിരിച്ച് പശ്ചിമ ബംഗാളിൽ കൊണ്ടുവന്ന് നമ്മൾ
അവർക്ക് പശ്ചിമ ബംഗാളിൻ്റെ ജനതയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കും. ബംഗ്ലാദേശികളെ കംപ്ലീറ്റ് കുടിയൊഴിപ്പിക്കും. അഫ്ഗാനിസ്ഥാനുള്ളവർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയിരിക്കുന്നത് ഏകദേശം 80,000-ൽ പരം ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും കൊൽക്കത്ത നഗരവും ഹൗറയും വിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാലം ഇവർക്ക് റേഷൻ കാർഡും കൊടുത്ത് ഐഡൻറ്റിറ്റി കാർഡും കൊടുത്ത് വസ്തുക്കളും കൊടുത്ത് മമത അവിടെ പാർപ്പിച്ചിരുന്നു. വീണ്ടും മമത തന്നെ വരുമെന്ന് അവരുടെ പോലീസ്, ഇവിടെ പിണറായി തന്നെ വരുമെന്ന് SIR വന്നപ്പോഴാണ് ഇതെല്ലാം മാറിയത്. SIR വന്നപ്പോഴാണ് ഇതെല്ലാം മാറിയത്. അച്ഛൻ ആർക്കും ഇല്ല. അപ്പോൾ എനിക്കോ ചേട്ടനോ നമ്മുടെ അച്ഛനോ തറവാടോ ഉണ്ട്. അവിടുത്തെ മിക്ക ഹോട്ടൽ, അതാണ് ബഹുരഹസ്യം. അത് വ്യക്തമായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റേ റാമിൻ്റെ പത്രമായിരുന്ന ഹിന്ദു പറയുന്നത് ഇന്നും BJPക്ക് വേണ്ടി കുഴലൂത്താണ് ഇന്ത്യൻ എക്സ്പ്രസ് ചെയ്യണമെന്ന്. അതിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത്. അച്ഛൻ്റെ പേര് സ്ഥലത്ത് ആധാറിൽ ഇല്ല. നമ്മുടെ ജനാധിപത്യത്തെയും ഇന്ത്യ മഹാരാജ്യത്തെയും വളരെ മോശമായി ഈ സ്ത്രീ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയില്ലേ. അച്ഛനും അമ്മയും ഇല്ലാതെ മക്കൾക്ക് എങ്ങനെ ഉണ്ടാവുന്നത്? മക്കൾ എങ്ങനെ ഐഡൻറ്റിറ്റി കാർഡ് വെക്കും? മിക്കിടത്തിലും നില്ലാണ് ഇലക്ഷൻ കാർഡിൽ, റേഷൻ കാർഡിൽ. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ ഏകാധിപത്യ ഭരണം ലോകരാഷ്ട്രങ്ങളിൽ ഒരു ഭരണാധികാരിയും ചെയ്തിട്ടില്ല. പക്ഷേ ജനാധിപത്യത്തിൽ മമത 15 വർഷം കൊണ്ട് ബംഗാളിൽ പിടിച്ചു നിന്നത് ഈ ഇരട്ട വോട്ടും ഡബിൾ വോട്ടിങ്ങും ട്രിപ്പിൾ വോട്ടിങ്ങുമാണ്. ഈ കുടിയേറ്റക്കാരെ കൊണ്ടാണ് മമത അവിടെ ജയിച്ചിരുന്നത്. അതുകൊണ്ടാണ് സുവേന്ദു അധികാരി പറഞ്ഞത് എത്ര ബംഗാളികൾ ബംഗാൾ സ്റ്റേറ്റിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ അവരെല്ലാം തിരിച്ചു വരണം. ഇപ്പോൾ ഇന്ന് അവിടെ യോഗി ആദിത്യനാഥ് എത്തി. ഒരു ഇംഗ്ലീഷ് വാർത്തയിൽ പറഞ്ഞതാണ്. യോഗിജിയോട് പറഞ്ഞു വന്നു സുവേന്ദു, എത്ര പേര് UPയിലുണ്ടോ തിരിച്ചയക്കണമെന്ന്. അപ്പോൾ അത്രയ്ക്കുള്ള ഇൻഡസ്ട്രീസ് മേഖല ബംഗാളിലുണ്ട്. അത് പ്രയോജനപ്പെടുത്തണം. അത് പ്രയോജനപ്പെടുത്തുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾ ഇന്ന് മൊത്തത്തിൽ ഭാരതത്തിലെ 31 സംസ്ഥാനം പുതിയതുൾപ്പെടെ വന്നു. അതിൽ 22 സംസ്ഥാനവും 17 മുഖ്യമന്ത്രിമാരും BJP മുഖ്യമന്ത്രിമാരാണ്. 5 ഘടകകക്ഷികളുമായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ 31 അസംബ്ലികൾ, നിയമസഭകൾ ഉള്ളതിൽ 22-ലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. 8 സ്ഥലത്ത് മാത്രമാണ്, 3-4 സ്ഥലത്താണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യമുള്ളത്, ബാക്കി പ്രാദേശികം. അപ്പോൾ ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്തെ 84-ലെ പാർലമെൻറ്റിൽ വാജ്പേയിയെ അപമാനിച്ചുവിട്ട് 2 MP ഉണ്ട്, നിങ്ങൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആ കാലം കൊടുത്ത ആ വരദാനം ചേട്ടൻ ആലോചിച്ച് നോക്കണം. ആക്ഷേപിച്ചു. ആ മുഖർജി, നമ്മുടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി കർഷക മന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ കാർഷിക നയം കടമെടുക്കരുത്. അദ്ദേഹത്തിൻ്റെ ഗുരുജി ഗോൾവേക്കർ വിചാരധാരയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു 300 മുതലുള്ള പേജിൽ വിചാരധാര വായിക്കുമ്പം ഇന്ത്യൻ ദേശീയതയും ഇന്ത്യൻ കാർഷിക നയവും ഇന്ത്യൻ സാമ്പത്തിക നയവും വരുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ശ്യാമപ്രസാദ് മുഖർജിയെ വധിച്ചതാണ് നെഹ്റു. ആ ശ്യാമപ്രസാദ് മുഖർജിയുടെ എൻ്റെ ജീവിതം എന്ന ആ പുസ്തകത്തിൽ, ബംഗാളി എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ, അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ രാമപിള്ള സാറിൻ്റെ പുസ്തകത്തിലുമുണ്ട്. ഏകദേശം 80 വർഷത്തിനകം ഇന്ത്യ മഹാരാജ്യം ഭാരതീയ ജനതാ പാർട്ടിയും നമ്മുടെ ബംഗാളും പിടിക്കുമെന്ന് ദീർഘവീക്ഷണമുള്ള ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. മുഖർജിയുടെ ബോഡി എവിടെയാണെന്ന് പോലും അറിഞ്ഞൂടാ. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൂട്ടാണ്. ജനസംഘ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. അന്ന് RSS പറഞ്ഞു, നമുക്ക് കോൺഗ്രസ് വർഗീയപരമായ രീതിയിൽ നല്ല മുസ്ലിങ്ങൾ ഭാരതത്തിൽ താമസിച്ചോട്ടെ, അല്ലാത്ത മുസ്ലിങ്ങൾ ഭാരതത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കും. അതുകൊണ്ട് എപ്പോഴും നെഹ്റുവിന് സ്നേഹം അവരുടെ വർഗത്തോടാണ്. അതുകൊണ്ട് എന്തൊക്കെ പാർലമെൻറ്റിൽ വിമർശിക്കുന്നോ ആ നേതാക്കളെ എല്ലാം വധിച്ചിട്ടുണ്ട്. ദീനദയാൽജി 78-ലെ ജനസംഘത്തിൻ്റെ സമ്മേളനം കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് ആന്ധ്രയിലേക്ക് പോകുന്ന വഴിക്കാണ് മുഗൾ സാരാഭായ് റെയിൽവേ സ്റ്റേഷനിൽ കൊന്നിട്ടത്. അങ്ങനെ പാരമ്പര്യങ്ങളുള്ള ആ മുഖർജിയുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, നീണ്ട 80 വർഷം കഴിയുമ്പം ബംഗാളും ഭാരതവും ഒരു സന്യാസി വര്യൻ ഭരണം നിയന്ത്രിക്കുമെന്ന്. യാഥാർത്ഥ്യമല്ലേ? അതെ. അതുപോലെ നമ്മുടെ ദീനദയാൽജി പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ ഇന്ത്യയുടെ തെറ്റായ സാമ്പത്തിക നയമാണ്. ആ തെറ്റായ സാമ്പത്തിക നയത്തിന്
പഞ്ചവത്സര പദ്ധതികളെയും പിരിച്ചുവിട്ടുകൊണ്ട് നീതി ആയോഗ് എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ടുവരണം. പുതിയ തുഗ്ലക് മോഡൽ പരിഷ്കാരങ്ങളില്ലാതെ ഭാരതീയത, ദേശീയത, അത് ഹിന്ദുത്വത്തിലൂന്നിയ, ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജിഹാദികളും കമ്മികളും കൊങ്ങികളും പറയുന്നത് ഹിന്ദു രാഷ്ട്രവാദമെന്നാണ്. അല്ല, ഈ രാഷ്ട്രത്തിൻ്റെ ചേതനയും ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരവും ശ്രീ ശങ്കരാചാര്യരും വിവേകാനന്ദൻ്റെ സന്യാസ കുപ്പായമാണ്. അത് ഭാരതത്തിൻ്റെ, അതാണ് ഇന്ന് സുവേന്ദു അധികാരി ഇട്ടിരുന്ന ഡ്രസ്സ്. ആ കാഷായ വസ്ത്രത്തിൽ കൂടി ഭാരതത്തിൻ്റെ എളിമ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് ഇന്ന് ബംഗാളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ബംഗാൾ ഇനി ചേട്ടാ ആലോചിച്ച് നോക്കണം, എത്ര വർഷം കഴിയണം ഇവരുടെ കയ്യിൽ കിട്ടണമെങ്കിൽ. കേന്ദ്രത്തിൻ്റെ ആവുന്നത്ര സാമ്പത്തിക സഹായം തൊട്ടടുത്ത ഹേമന്ത ബിശ്വ ശർമ്മ അദ്ദേഹം സഹായിക്കും ബംഗാളിനെ, തൊട്ടടുത്ത മധ്യപ്രദേശിൽ നിന്നുള്ള സർക്കാർ സഹായിക്കും, UP സർക്കാർ സഹായിക്കും. ബംഗാൾ ഇനി ഭാരതത്തിൻ്റെ സുവർണ ലിപികളാൽ ഭരണത്തിൽ നല്ല ഭരണങ്ങൾ കാഴ്ചവയ്ക്കുന്ന ഒരു സംസ്ഥാനമായി മാറും. ഈ ബംഗാൾ കൊണ്ടായിരിക്കും അടുത്ത് വീണ്ടും 2029 മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. ഇപ്പോഴുള്ള MP-യേക്കാൾ ഡബിൾ MP ബംഗാളിൽ നിന്ന് കിട്ടും. പിന്നെ ഇതിനകത്ത് ഏറ്റവും രാഷ്ട്ര സുരക്ഷിതത്വമാണ്. ബംഗാളിൻ്റെ ബോർഡറുകളെല്ലാം ഇനി ബോർഡറേഷൻ ചെയ്യാൻ കഴിയും. ഒരു കമ്പിവേലി കെട്ടുവാൻ പോലും ഈ പെണ്ണുമ്പിള്ള സമ്മതിച്ചിരുന്നില്ല. അവിടുത്തെ ഒരു ദ്വീപുണ്ട്, തിൻബിക എന്ന് പറയുന്ന ദ്വീപാണ്. ആ ദ്വീപ് ഇന്ന് നിയന്ത്രിക്കുന്നത് ഭാരതത്തിൻ്റെ സ്ഥലമാണ്. അത് കൊടുത്തത് ശ്രീമതി ഗാന്ധിയാണ്. അത് തിരിച്ചു പിടിക്കുവാൻ ഒരു നടപടിയും ഈ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുവാൻ ഈ പെണ്ണുമ്പിള്ള സമ്മതിച്ചില്ല. അതുകൊണ്ട് ബംഗാളിൻ്റെ സുവർണ കാലഘട്ടമാണ് BJPയുടെ ഗവൺമെൻറ്റും സുവേന്ദു അധികാരിയും. അദ്ദേഹം വളരെ ജനകീയനായ ഒരു ആളാണ്. സുഖമായിട്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുവാൻ എല്ലാവരും പറയുന്നു അദ്ദേഹം ഇതിൽ നിന്ന് ചാടി വന്നത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം പരിശോധിക്കുകയാണെങ്കിൽ സ്വയം സേവകനാണ്, രാഷ്ട്രീയ സ്വയം സേവക സംഘ പ്രവർത്തനം ചെയ്തൊരു വ്യക്തിയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ സൈലൻ്റായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തനം ചെയ്തത്, അവിടെ പത്രസമ്മേളനങ്ങൾ വിളിച്ചിട്ടില്ല, തിരഞ്ഞെടുപ്പ് ബോർഡുകളില്ല, മൈക്ക് ലോൺസ്മെൻറ്റുകളില്ല, വനവാസി മേഖലകളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തകരും പ്രചാരകന്മാരുടെ ഒരു സഹായം ഈ തിരഞ്ഞെടുപ്പിലുണ്ടായി. കാരണം അവിടെ പറഞ്ഞു, ഇനി ഒരു ബംഗാളിയും ഒരു ഹിന്ദുക്കളും ഒരു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പുറത്ത്, ബംഗാളിലുള്ളവർ ബംഗാളിൽ തന്നെ. ഇവിടെ എല്ലാവരും പറയുന്നത് മുസ്ലിമിനെതിരാണ് RSS, ക്രിസ്ത്യാനിക്കെതിരാണ് RSS എന്ന്. പക്ഷേ RSSൻ്റെ അവിടുത്തെ ഉയർന്ന അധികാരികൾ, കാര്യകർത്താക്കൾ പറഞ്ഞിരിക്കുന്നത് ഒറ്റ മതത്തിലുള്ളവരും ബംഗാളിൽ നിന്ന് പോകേണ്ടി വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ കുടുംബസംഗമ വോട്ടുകളിലും സുവേന്ദു അധികാരിയുടെ ഗവൺമെൻറ് വരണമെന്നാണ് അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണം നേരിട്ടത്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ കിഴക്കൻ മേഖലകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിലായി, വടക്കൻ മേഖലകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിലായി, തെക്കൻ മേഖലകളിൽ അടുത്ത വർഷം ആദ്യം കർണാടകത്തിലെ തിരഞ്ഞെടുപ്പ് വരുന്നു. അതും ഏകദേശം DK ശിവകുമാറും സിദ്ധാരാമയ്യയും കയ്യാലപ്പുറത്ത് തേങ്ങിയിരിക്കുന്നത് പോലെയാണ്, അടിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്രബാബു നായിഡു ആന്ധ്ര ഭരിക്കുന്നു. പോണ്ടിച്ചേരി BJPക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു, നാന്ദി അക്കൗണ്ട് തുടങ്ങി. ഇനിയുള്ളത് തമിഴ്നാടും കേരളവും കർണാടകവും. അപ്പോൾ സൗത്ത് ഈസ്റ്റേൺ വെസ്റ്റേൺ സ്റ്റേറ്റുകളെല്ലാം മലയോര മേഖലകൾ കിട്ടി, ബംഗാൾ കിട്ടി, ഉത്തരേന്ത്യൻ സംസ്ഥാനം കംപ്ലീറ്റ് കിട്ടി. ഇനിയുള്ളത് നമ്മുടെ സൗത്തിലേക്കുള്ള യാത്രയായിരിക്കും. ഇന്ത്യയുടെ ആ 31 നിയമസഭകളിൽ ഭാരതീയ ജനതാ പാർട്ടി 2031 ഭരണങ്ങളുണ്ടാകും. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.